498 വോട്ടുകൾക്ക് ഇതാ രമേശ് പിഷാരടി വീണ്ടും മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. 1427 വോട്ടുകൾക്ക് പാലക്കാട് വീണ്ടും ശോഭാ സുരേന്ദ്രൻ മുന്നിൽ പോകുന്നു. പാലക്കാട് മിന്നിമറിയുകയാണ്. അങ്ങനെ ലീഡ് നില നാദാപുരത്ത് പി വസന്തം മുന്നിൽ 30 വോട്ടുകൾക്ക്. ഫാത്തിമ തെഹലിയ 2 റൗണ്ട് പിന്നിടുമ്പോൾ 3682 വോട്ടിന് മുന്നിലാണ്. അവിടെ ഏതാണ്ട് ജയത്തിലേക്ക് പോകുന്നുണ്ട് എന്നതിന്റെ സൂചനകളാണ് പേരാമ്പ്രയിൽ നിന്ന് വരുന്നത്. പാലക്കാട്ട് രമേശ് പിഷാരടി വീണ്ടും മുന്നിൽ. പാലക്കാട്ടെ ഫലം ഇങ്ങനെ മാറി മറിയുകയാണ്. 1427 വോട്ടുകൾക്കാണ് പാലക്കാട് ഇപ്പോൾ രമേശ് പിഷാരടി മുന്നിലുള്ളത്. ശോഭാ സുരേന്ദ്രൻ പുറകിൽ പോയിരിക്കുന്നു. ഒരു ഘട്ടത്തിൽ ശോഭ മുന്നിലായിരുന്നു. പ്രവീൺ കുമാർ ഏതാണ്ട് 3000 വോട്ടുകൾക്ക് മുന്നിലാണ്. അമ്പലപ്പുഴയിൽ ജി സുധാകരൻ വീണ്ടും മുന്നിലെത്തിയിട്ടുണ്ട്. 1500 വോട്ടുകൾക്കാണ് ജി സുധാകരൻ ഇപ്പോൾ അമ്പലപ്പുഴയിൽ മുന്നിട്ട് നിൽക്കുന്നത്. 1576 വോട്ടുകൾക്ക് ജി സുധാകരൻ. അതേസമയം രമേശ് പിഷാരടി പാലക്കാട് 1427 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. തൊടുപുഴയിൽ അബു ജോൺ ജോസഫ് വിജയത്തിലേക്ക് 5350 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. ധർമ്മടത്ത് വീണ്ടും 2800. കേരളത്തിന്റെ ക്യാപ്റ്റന് വീണ്ടും തിരിച്ചടി. 4 റൗണ്ട് പൂർത്തിയാകുമ്പോൾ ധർമ്മടത്ത് വീണ്ടും പിണറായി പിറകിൽ 4000-ൽ പര വോട്ടുകൾക്ക് പിറകിൽ. വളരെ പ്രധാനപ്പെട്ട കണക്കാണ്. 3-ാം റൗണ്ടിൽ 2000-ൽ ആയിരുന്നു. 2077 എന്നതായിരുന്നു. അടുത്ത റൗണ്ടിലേക്ക് കയറുമ്പോൾ വീണ്ടും 2812 വോട്ടാണ്. എൽഡിഎഫിനെ പിന്നോട്ടടിച്ച മുഖം ഏത് എന്ന ചോദ്യത്തിന് ധർമ്മടം ഉത്തരം നൽകുമെന്ന് ധർമ്മടത്തെ ഫലത്തെ ഇത് ബാധിക്കാൻ സാധ്യതയില്ലെങ്കിലും ഭൂരിപക്ഷത്തിൽ വലിയ കുറവുണ്ടാകുമെന്ന സൂചന തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നത്. ധർമ്മടത്ത് ആദ്യം മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങളിലാണ് കൗണ്ടിംഗ് നടക്കുന്നത്. അതിനൊരു പ്രതിഫലനമാണ് സംഭവിക്കുന്നത്. എന്നിരുന്നാലും ഭൂരിപക്ഷത്തിൽ അത് വലിയ രീതിയിൽ സ്വാധീനിക്കുമെന്ന് ഉറപ്പാണ്. അല്ല, മറ്റാരുണ്ട് എന്നായിരുന്നല്ലോ പിണറായി വിജയൻ ഫ്ലക്സിലൂടെ ചോദിച്ചിരുന്നത്. അബ്ദുൾ റഷീദ് ഉണ്ട് എന്ന് ധർമ്മടത്തെ ജനങ്ങൾ മറുപടി കൊടുത്തു. അതാണ് എന്റെ കണക്കെന്ന് പറയുന്നത്. 2812. പാലക്കാട് കൂടി പറയാം. പാലക്കാട് രമേശ് പിഷാരടി തുടർച്ചയായി പിന്നിൽ പോകുന്നു എന്നത് തോൽവിക്ക് സമാനമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. സൂചിപ്പിക്കുന്ന പോലെ വോട്ടെണ്ണലിന്റെ ഘട്ടം പിന്നിടുമ്പോൾ ഇപ്പോഴിതാ ലീഗിനും അപ്രമാദിത്വമുള്ള ഇടങ്ങളിലടക്കമാണ് ധർമ്മടത്ത് വോട്ടെണ്ണിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഇതാ അബ്ദുൾ റഷീദിന്റെ കൃത്യമായ മുന്നേറ്റമുണ്ട് എന്ന് പറയുമ്പോൾ പിണറായി വിജയന് 2812 വോട്ടുകൾക്ക് പിന്നിൽ പോകേണ്ടി വന്നിട്ടുണ്ട്. സജിത്ത, അതാണ് ഒരുപക്ഷെ എന്തായാലും പ്രതിപക്ഷ കസേരയിൽ തന്നെയായിരിക്കും ഇനി LDF എന്നത് രാഷ്ട്രീയ കേരളം തിരിച്ചടിയാണെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ക്യാപ്റ്റൻ മാത്രമല്ല ധർമ്മടത്ത് ഏറ്റവും സ്വാധീനമുള്ള വ്യക്തി 3 റൗണ്ടുകൾ പിന്നിപ്പോവാന്ന് പറഞ്ഞാൽ സ്വാഭാവികമാണ്. ആദ്യ റൗണ്ടിലെ പിന്നോട്ട് പോക്ക് പ്രതീക്ഷിച്ചിരുന്നതാണ്. CPM കേന്ദ്രങ്ങളും കോൺഗ്രസ് ഇന്നലെ അബിൻ വർക്കി അടക്കമുള്ളവരുടെ കാര്യം പറഞ്ഞിരുന്നതുമാണ്. പക്ഷേ അതിനപ്പുറം 2 റൗണ്ടുകൾ പിന്നോട്ട് പോയി. നമ്മൾ സുമേഷുമായി സംസാരിച്ച അവിടുത്തെ സാഹചര്യം പ്രതീക്ഷിച്ച സാഹചര്യങ്ങളിൽ പിന്നോട്ട് പോയിട്ടുണ്ട്. 2021 BJP മുന്നിലെത്തിയ നഗരസഭയിലെ ബൂത്തുകളിൽ പിഷാരടി മുന്നിലെത്തിയിരിക്കുന്നു. പിഷാരടിക്ക് തൊടാൻ പറ്റില്ല. കാരണം ഇനി ആദ്യ റൗണ്ടുകളിൽ എണ്ണിയത് മുഴുവൻ BJP മണ്ഡലങ്ങൾ അല്ലെങ്കിൽ ബൂത്തുകളാണ്. പിഷാരടി വലിയ ഭൂരിപക്ഷത്തിലേക്ക് തന്നെ പാലക്കാട് പോകും. അതാണ് സൂചനകൾ. ഒരു പക്ഷേ ഒരു 10,000-ന് അടുത്തോ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കോ പിഷാരടിയുടെ ലീഡ് പോകുമെന്ന് കണക്കിലേക്ക് തിരിച്ചു വരണം. അഭിലാഷ്, സജിത്ത്, ധർമ്മടം കണക്കിലേക്ക് തിരിച്ചു വരണം. കാരണം 4-ാം റൗണ്ടിനും കേരളത്തിന്റെ മുഖ്യമന്ത്രി പിന്നിലാണ്. കഷ്ടമാണ്. ഈ അബ്ദുൾ റഷീദ് എന്ന് പറയുന്ന യുവതുർക്കി പിണറായിയെ വിറപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ 12,800 വോട്ടുകൾക്ക് ഇതാ ഇപ്പോഴും 4-ാം റൗണ്ടിലും പിന്നിലാണ് എന്നുള്ളത് വലിയ കണക്കാണ്. അത് പിണറായിയുടെ പരാജയത്തിലേക്ക് എത്തിക്കുമോ അതോ അവസാന റൗണ്ടുകളിൽ മുന്നിൽ വരുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം. ലീഡ് പിണറായിക്ക് പരാജയത്തിലേക്ക് പോകാൻ ഒരു ചാൻസുമില്ല. പക്ഷേ ഭൂരിപക്ഷത്തിൽ വലിയ കുറവുണ്ടാവുന്ന കാര്യത്തിൽ തർക്കമില്ല. അത് തന്നെയാണ് സംഭവിക്കുക. ധർമ്മടത്തെ ഭൂരിപക്ഷം കുറയുന്നത് പോലും വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെടും. പിണറായിസത്തിനെതിരാണ് ഇത്തവണത്തെ ജനവിധി എന്നതാണ് പറഞ്ഞു UDF കേന്ദ്രങ്ങൾ പറയുന്നത്. സ്വാഭാവികമായും ഇതും ചർച്ച ചെയ്യപ്പെടും. 23,527 വോട്ടുകളാണ് ഇതുവരെ നേടിയിട്ടുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.